വെൽക്കം ടു ജസീസ് കിച്ചൺ. ജസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്കക്കുരു വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. നല്ല ചക്കക്കുരു പൊരിച്ചതാണ്. ഇതുണ്ടെങ്കിൽ ചോറിന് വേറെ ഒന്നും തന്നെ വേണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കക്കുരു ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇപ്പം ചക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചക്കയും ചക്കക്കുരും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നല്ല ഈസിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചക്കക്കുരു ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ ഒന്ന് പോക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ബ്രൗൺ സ്കിന്നും കൂടിയും കുറച്ചൊക്കെ ഒന്ന് പോക്കിയെടുക്കുന്നുണ്ട്. ചക്കക്കുരുവിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഈ ചക്കക്കുരു ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി എല്ലാ ചക്കക്കുരു ഇതേപോലെ ആക്കിയെടുക്കാം. ചക്കക്കുരുവിലുള്ള ആ ഒരു ബ്രൗൺ സ്കിന്ന് ഞാൻ മൊത്തമായിട്ടൊന്നും പോക്കിയെടുത്തിട്ടില്ല. ഇനി നമുക്ക് ചക്കക്കുരു ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചക്കക്കുരു ഒക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് നേരെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് സാധാരണ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് അതേപോലെയല്ല ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ചക്കക്കുരു നന്നായിട്ടൊന്ന് കുക്കാക്കി എടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കക്കുരു ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതേപോലെ മാത്രമേ നമ്മൾ ഉണ്ടാക്കുള്ളൂ. അത്രക്കും ടേസ്റ്റാണ്. ഇനി ചക്കക്കുരുവിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്ത് നിൽക്കണമെന്നൊക്കെ നോക്കാം. വെന്ത് വന്നിട്ടില്ലെങ്കിൽ കുറച്ചും കൂടിയും വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടിയും കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ചക്കക്കുരുവിലുള്ള വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടി ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരുവിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചക്കക്കുരു ഒന്നും കൂടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിയിപ്പിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഈ ചക്കക്കുരു ഫ്രൈ വേണ്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കക്കുരു ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ പുതിയ വീഡിയോസും റെസിപ്പീസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.